തിരുമൂലദേവൻ്റെ തിരുമന്ത്രം 7ാം തന്ത്രത്തിലെ ഷഡാധാരങ്ങളെക്കുറിച്ചിട്ടാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത പാടലിലേക്ക് കിടക്കാം. ഈരാറ് നാദത്തിങ്കൽ ഈരിട്ട് മണ്ഡലത്തിങ്കൽ മേധാതി നാദത്തിനാധാരമം പരാശക്തി ബോധാലയത്തിലെ നിർബോധനായി നിരാധാരം താനെ തനിക്ക് ആധാരമെന്നുമായി ഭവിച്ചിടും. ഇതാണ് തിരുമൂലദേവൻ പറയുന്നത്. ഈരാറ് നാദത്തിൽ അതിൽ നമുക്ക് പ്രധാനമായിട്ടും ഇതിൻ്റെ ട്രാൻസ്ലേഷൻ മലയാളത്തിലുള്ള ട്രാൻസ്ലേഷനേക്കാൾ ലളിതമായിട്ടുള്ളത് ഇംഗ്ലീഷിലുള്ള ട്രാൻസ്ലേഷനാണ്. ഡോക്ടർ ബി നടരാജൻ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്: ദ സ്പിയേഴ്സ് ഓഫ് ദി അപ്പർ ആധാരാസ് ഇൻ ദ നാദ സ്പിയർ ഈസ് ദ 12-petaled center. In the nadanta sphere is the 10 and 6-petaled center. Beyond the nadanta is the 2-petaled medha center, where Parashakti enshrined is enter there in consciousness, the bodha. ഇതാണ് നടരാജൻ കൊടുത്തിരിക്കുന്ന ട്രാൻസ്ലേഷൻ. അതിന് അദ്ദേഹം വ്യാഖ്യാനം കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്: ദയർ എബവ് ദ മേധ സെൻറ്റർ ഈസ് ദ ട്രൂത്ത് ഫിംഗിൾ. അതിന് അദ്ദേഹം വ്യാഖ്യാനം കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്: ദ അനാഹത ചക്ര ഈസ് ഇൻ ദി നാദ സ്പിയർ. വിശുദ്ധി ചക്ര ഈസ് ദ നാദാന്ത സ്പിയർ. ആൻഡ് ആജ്ഞാ ചക്ര ഈസ് ദ മേധ സ്പിയർ. പരാശക്തി ഈസ് എൻഷ്രൈൻഡ് ഹിയർ. എബവ് ദി സെൻറ്റർ ഈസ് ദ ഫൈനൽ ട്രൂത്ത്. അപ്പോൾ ശിവം എന്നിരിക്കുന്നത് എവിടെയാണ്? അനാഹത ചക്രത്തിനും അതിനുശേഷമുള്ള വിശുദ്ധി ചക്രത്തിനും അതിനുശേഷമുള്ള ആജ്ഞാചക്രത്തിനും അപ്പുറത്താണ് ശിവശക്തി കുടികൊള്ളുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. നമുക്കതിൻ്റെ അർത്ഥം കൂടുതൽ വ്യക്തമായിട്ട് നോക്കാം. അതായത് ദ്വാദശാദിത്യ കലകളുടെയും മേധാതി ഷോഡശ കലകളുടെയും അന്ത്യമായ നാദാന്ത നിലയിൽ അമർന്നിരിക്കുന്നവളാണ് പരാശക്തി. അപ്പോൾ എല്ലാത്തിനും മേലെ ഇരിക്കുന്നതാണ് പരാശക്തി. ഇപ്രകാരം പ്രജ്ഞാപ്രതിഷ്ഠ നിലയിൽ വികാരങ്ങളെല്ലാം അടങ്ങി മേധാതി ആധാരങ്ങളൊക്കെ കടന്നു നിൽക്കുന്ന നിർവികൽപ്പ ജീവൻ യഥാർത്ഥത്തിൽ ആ സത്യപ്പൊരുളായ ശിവം തന്നെയാണ്. അപ്പോൾ ഇവിടെ മേൽ ചക്രങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. അനാഹതം, വിശുദ്ധി, ആജ്ഞ. ഈ ചക്രങ്ങളിലൂടെ മേൽചക്രങ്ങളിലൂടെ എന്ത് കിടന്നു? ദ്വാദശാദിത്യ കലകളുടെയും മേധാതി ഷോഡശ കലകൾക്കും അപ്പുറം നാദാന്ത നിലയിൽ അമർന്നിരിക്കുന്ന പരാശക്തി. അപ്പോൾ ഇതിനെല്ലാം അപ്പുറമാണ് പരാശക്തി കുടികൊള്ളുന്നത് എന്നാണ് തിരുമൂലദേവൻ ഇവിടെ പറയുന്നത്. നമുക്കത് 16 ഷോഡശ കലകൾ, അത് അമൃത, മാനദ, പുഷ, തുഷ്ടി, പുഷ്ടി, രതി, ധൃതി, ശശിനി, ചന്ദ്രിക, കാന്തി, ജ്യോത്സ്ന, ശ്രീ, പ്രീതി, അംഗത, പൂർണ്ണ, മൃതി. ഇവയൊക്കെയാണ് മേൽചക്രത്തിൽ കുടികൊള്ളുന്ന കലകൾ. ഇതാണ് 16 ഷോഡശ കലകൾ. സൂര്യദേവന്മാർ, അതായത് ധാതാവ്, മിത്രൻ, ആര്യമാവ്, രുദ്രൻ, വരുണൻ, സൂര്യൻ, ഭഗൻ, വിവസ്വാൻ, പുഷാവ്, സവിതാവ്, ത്വഷ്ടാവ്, വിഷ്ണു,
തുടങ്ങിയവരാണ് ഈ കലകൾ. അപ്പോൾ ഈ കലകൾക്ക് എല്ലാം അപ്പുറം, അതായത് ദ്വാദശാദിത്യ കലകൾക്കും മേധാദി കലകൾക്കും അപ്പുറം, അതായത് സൂര്യകലകൾക്കും ചന്ദ്രകലകൾക്കും അപ്പുറം സ്ഥിതി ചെയ്യുന്ന പരാശക്തി ശിവനോട് കൂടിയിരിക്കുന്നു. അപ്പോൾ മേലാധാരത്തെക്കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. മേലാധാരത്തിൽ നാം കാണുന്നത് ഈ ദ്വാദശാദിത്യ കലകളെയും, അതായത് സൂര്യമണ്ഡലത്തെയും ചന്ദ്രമണ്ഡലത്തെയും അധിഗമിച്ചുകൊണ്ട് നിൽക്കുന്ന ശിവശക്തിയെക്കുറിച്ചിട്ടാണ് ഇവിടെ തിരുമൂലദേവൻ പറയുന്നത്. അപ്പോൾ ഈ ആജ്ഞാചക്രത്തിൽ കാണുന്ന രണ്ടിതൾ, അതായത് ശിവ എന്ന രണ്ടക്ഷരങ്ങൾ, അതായത് പരാശക്തിയും ശിവനും അവിടെ മേളിച്ചിരിക്കുന്നു. ഇതാണ് ഈ പുരിക മധ്യത്തിലുള്ള ആജ്ഞാചക്രത്തിലുള്ള ശിവ എന്ന രണ്ടക്ഷരം. അവിടെ പരാശക്തിയും ശിവനും കൂടിക്കൊള്ളുന്നു. അത് സൗന്ദര്യലഹരിയിൽ ഒരു ശ്ലോകത്തിൽ ശങ്കരാചാര്യ ഭഗവത്പാദർ വിവരിക്കുന്നുണ്ട്. തവ ആജ്ഞാചക്രസ്ഥം തപനശശികോടി ദുതിതരം പരം ശംഭൂ വന്ദേ. പരശക്തിയും കുടികൊള്ളുന്നു. അപ്പോൾ ശിവശക്തികൾ കുടികൊള്ളുന്ന ആജ്ഞാചക്രത്തെക്കുറിച്ച് സൗന്ദര്യലഹരിയിൽ ശങ്കരാചാര്യർ വിവരിക്കുന്നുണ്ട്. അതുതന്നെയാണ് ഇവിടെയും പറയുന്നത്. അങ്ങനെ സൂര്യകലകൾക്കും ചന്ദ്രകലകൾക്കും അപ്പുറം സ്ഥിതി ചെയ്യുന്ന ആ പരാശക്തി, ശിവനോട് ചേർന്നിരിക്കുന്ന പരാശക്തി വിളങ്ങുന്നതിനെക്കുറിച്ചാണ്, ശിരസിൽ വിളങ്ങുന്നതിനെക്കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. ഇനി നമുക്ക് അതിൻ്റെ അടുത്ത ഭാഗത്തിലേക്ക് കിടക്കാം. നോക്കൂ, മേല് കീഴെന്ന രണ്ടുമില്ലെന്ന് കാണും തോറും നീയാണ് ഞാനാണെന്നുള്ള ഭേദങ്ങൾ ആറും പാരൊന്നത് എങ്ങുമായി പരന്ന പരാപരം നേരെ സർവം തരുന്ന കൽപ്പകമായി നിൽക്കും. അപ്പോൾ ശിവശക്തിയെ സാക്ഷാത്കരിക്കുമ്പോൾ മേലില്ല കീഴില്ല, രണ്ടുമില്ല. അപ്പോൾ എല്ലാം നശിച്ചു കഴിഞ്ഞിരിക്കുന്ന അവസ്ഥ, മേലും കീഴുമില്ലാത്ത അതായത് മേലും കീഴുമില്ലാത്ത ആദിമധ്യാന്തങ്ങളില്ലാത്ത ശിവരൂപം, ശിവശക്തി രൂപം. അപ്പോൾ നീയാണ് ഞാനാണെന്നുള്ള ഭേദങ്ങളെല്ലാം അവിടെ അറ്റിരിക്കുന്നു. പാരൊന്ന് അത് എങ്ങുമായി പരന്ന പരാപരം. ഈ ഭൂമിയിലെല്ലാം പരാപരം പടർന്നിരിക്കുന്നു. പരനല്ലാതെ, ശിവനല്ലാതെ, ശിവശക്തിയല്ലാതെ മറ്റൊന്നും തന്നെ ഈ പ്രപഞ്ചത്തിലില്ല. നേരെ സർവം തരുന്ന കൽപ്പകമായി നിൽക്കും. അപ്പോൾ ഈ പ്രപഞ്ചം എന്ന് പറയുന്നതും എല്ലാമായി നിൽക്കുന്നതും ശിവശക്തികളാണ്. ശിവൻ്റെ ശക്തി സ്വരൂപമായ രൂപങ്ങളാണ് ഈ പ്രപഞ്ചം എന്നാണ് തിരുമൂലദേവൻ ഇവിടെ പറയുന്നത്. ഇതിനൊക്കെ ഒരുപാട് ആന്തരാർത്ഥങ്ങളുണ്ട്. ഞാനിതിൻ്റെ വാച്യമായ അർത്ഥം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ.